ഇന്നത്തെ ഹാമ്പർ ആകെ മൊത്തം ഭയങ്കര ക്യൂട്ടാണ്. സാധാരണ ഇങ്ങനെയുള്ള നോർമൽ ക്യൂട്ടായിട്ടുള്ള ബോക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കുട്ടി ഹാമ്പർ പുറമേ നിന്ന് നോക്കാൻ മാത്രമല്ല കേട്ടോ ക്യൂട്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ സാധനങ്ങളും അത്രയും അടിപൊളിയാണ്. ആസ് എ ഗേൾ എനിക്കിതൊക്കെ പർച്ചേസ് ചെയ്യാനായാലും ഗിഫ്റ്റിൽ ഉൾപ്പെടുത്താനായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാൻ നല്ല രസമല്ലേ. ആദ്യമേ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. പിന്നെ അതിന് മാച്ചിങ് ആയിട്ട് ഒരു ചെയിൻ കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ 1-2 ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് അതിൽ നിന്ന് കസ്റ്റമർ സെലക്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു വാച്ച് കൂടി നമുക്ക് ഈ ഒരു ഹാമ്പറിൽ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. കസ്റ്റമറിന് അത്യാവശ്യം ക്ലിയർ കട്ട് ആയിട്ടൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു, ഹാമ്പറിൽ വെക്കുന്ന ഓരോ സാധനങ്ങളും എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ ഈ സ്വീറ്റ്സ് ഒക്കെ എന്താണ് ഇതാണെന്നൊന്നും എനിക്കറിയില്ല. കസ്റ്റമർ വയ്ക്കാൻ പറഞ്ഞു, നമ്മൾ വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് ആസ് യൂഷ്വൽ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് കൂടി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഹാമ്പർ ക്ലോസ് ചെയ്തു. ഹാമ്പറിനുള്ളിൽ ചില ഐറ്റംസ് നമ്മൾ റാപ്പ് ചെയ്തിട്ടാണ് വെച്ചത്. അതാവുമ്പോൾ ബർത്ത്ഡേ ഗേളിന് കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഹാമ്പറിന്റെ ഫൈനൽ ലുക്ക്. നൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഗിഫ്റ്റുമായിട്ട് നമ്മുടെ ബർത്ത്ഡേ ഗേളിന്റെ വീട്ടിലെത്തി. നമ്മൾ വിചാരിച്ചതിനേക്കാളും ആൾ സർപ്രൈസ് ആയി. വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്ന കരുതിയിട്ട് ഒരു 2-3 മിനിറ്റുള്ള വീഡിയോ ആണ് നമ്മൾ ഇത്രയും സ്പീഡപ്പ് ആക്കി ടൈം ലാപ്സിലിട്ട് കാണിക്കുന്നത്. എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ഗിഫ്റ്റിന്റെ ബിഹൈൻഡ് സ്റ്റോറീസ്. അങ്ങനെ ഗിഫ്റ്റ് റിസീവ് ചെയ്ത ആളും ഹാപ്പി, നമ്മുടെ കസ്റ്റമറും ഹാപ്പി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.